ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഇന്ന ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ കൂമ്പിൻ്റെ ഉള്ളിലുള്ള ആ സാധനം വറക്കൽ. അതിനായി ഞാൻ കൂമ്പ് മുറിച്ച് കുക്കറിലിടണം കേട്ടോ. അത് എന്താ വെച്ചാൽ വേവ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ജീവിതത്തിൽ കറി വെച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല അത്. അപ്പം എൻ്റെ വീടിന്ന് തന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിടില്ല. അപ്പോൾ ഓൾ പറഞ്ഞു ഇങ്ങനെ കുക്കറിലിടും, മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് കൂട്ടിയിട്ട് 2 വിസിലാക്കുക, വെള്ളം ലേശം കൂട്ടിയാൽ മതി, നല്ലോണം വെള്ളവും കൂട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുറിച്ചു കുക്കറിലേക്ക്. അങ്ങനെ ഇതിലും ചെറുങ്ങനെയോട് മുറിക്കണ്ട. ഞാൻ മുറിച്ചതിന് പിന്നെ ഓളെ വീഡിയോ കോളിൽ വിളിച്ചത്. അപ്പോൾ പറഞ്ഞെന്ന് ലേശം വെള്ളം കൂട്ടി പാകത്തിന് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കുക്കറിൽ 2 വിസിലാക്കിയാൽ മതി അറിഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പിന്നെ അതായി പിന്നെയാണ് അതിൻ്റെ ബാക്കിയിലെ സാധനം എല്ലാം എടുക്കേണ്ടത്. അങ്ങനെ ഒരിക്കൽ സ്പൂണോട് ഇളക്കി കൊടുത്തിട്ട് കുക്കറിൽ വേവിച്ച് പിന്നെ ഇങ്ങനെയാണ് വരുന്നത്, വെള്ളം കൂടി വരുന്നുണ്ടത്. ആ വെള്ളം വറ്റാനാകുമ്പം 1 മുറി തേങ്ങ, 2-3 വെളുത്തുള്ളി, ലേശം കരിവേപ്പില, എരിവിനാവശ്യമായ പച്ചമുളക് അതുമിട്ട് യോജിപ്പിക്കുക. അതിന് പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ അതെല്ലാം യോജിപ്പിച്ച് പിന്നെ കടുക് കാച്ചണം. അപ്പോൾ കടുക് കാച്ചുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നായി. അപ്പം ഇതുപോലെയാണ് വരലത്. കുറച്ച് മുളക് പൊടി വേറണം. അതിന് പിന്നെ ഇങ്ങനെയാണ് വരല്. അപ്പോൾ കടുക് കാച്ചുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറഞ്ഞത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോസെല്ലാം കാണുക, കമൻ്റ് അറിയിക്കുക. അടുത്ത വീഡിയോവുമായി വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. അപ്പം തീർച്ചയായും വീഡിയോ കാണുക. ഓക്കെ, വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അപ്പം അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക, പോസിറ്റീവായാലും നെഗറ്റീവായാലും അറിയിക്കുക. അപ്പം എല്ലാവർക്കും അസ്സലാമലൈക്കും.